സംസ്ഥാനത്ത് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നിലേക്ക് പോവുകയാണ്. ഈ സർവേ എടുക്കുന്ന സമയത്ത് അതൊരു ഗ്ലാമർ പോരാട്ടത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടില്ല. ഇതിനു മുൻപ് ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അത്ര വലിയ ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. യെസ്, പേരാവൂർ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട MLA KK ശൈലജയും നേർക്കുനേർ മത്സരിക്കുന്ന പേരാവൂർ. ഈ പേരാവൂരിൽ ഈ സർവേ നടക്കുന്ന സമയത്ത് ശൈലജ ടീച്ചറുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി കാരണം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് KPCC പ്രസിഡന്റ് സിറ്റിംഗ് MLA സണ്ണി ജോസഫിന് പേരാവൂരുകാർ എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഉയർന്ന സ്കോറാണ്, മികച്ച സ്കോർ നേടിയിരിക്കുന്നത്. 52 റാങ്കും ഏകദേശം 70 മാർക്കോളം വരുന്നുണ്ട്. KPCC പ്രസിഡന്റ് മികച്ച റാങ്ക് നേടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 4000-ൽ ചുവടെ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം 3000-ൽ ചില്ലറ വോട്ടുകൾക്ക് മാത്രമാണ് സണ്ണി ജോസഫ് KV സക്കീർ ഹുസൈനോട് മത്സരിച്ചപ്പോൾ ജയിച്ചത്. പക്ഷേ മികച്ച റാങ്ക്, മികച്ച പെർഫോമൻസ്. അല്ല, അന്ന് മത്സരിച്ച സണ്ണി ജോസഫ് അല്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ മാറി പ്രസിഡന്റായി. സ്റ്റേറ്റ് വൈഡ് പാൻ കേരള ലീഡറായി. മന്ത്രി, പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടുന്ന മന്ത്രി എന്ന രീതിയിൽ ജനങ്ങൾ അദ്ദേഹത്തെ മണ്ഡലത്തിലെ വോട്ടർമാർ കാണുന്നു. LDFൽ ആര് സ്ഥാനാർത്ഥിയാണെന്നതിനെ പറ്റി ഒരു ധാരണയുമില്ല. നമ്മൾ സർവേ നടക്കുന്ന സമയത്ത് KK ശൈലജ അവിടെ മത്സരിക്കുമെന്നും ഒരു ചർച്ചയും അവിടെ ഇല്ല. അവർ മട്ടന്നൂരിൽ തന്നെ മത്സരിക്കുന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സർവേയിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മാർക്ക് കൊടുക്കുന്നതിലാണെങ്കിലും ഒക്കെയും സണ്ണി ജോസഫിന് മുൻതൂക്കം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പേരാവൂരിലെ ഇപ്പോഴത്തെ നിലയിൽ, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഒരു വളരെ തിൻ മാർജിനിലാണ് അവിടെ ജയിച്ചത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 1000-ന് ഇല്ല, 7000 ചില്ല. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു KK ശൈലജ മുമ്പ് ഒരിക്കൽ പരാജയപ്പെട്ടിരുന്നില്ലേ പേരാവൂര്? KK ശൈലജ പരാജയപ്പെട്ടു 2011. അതും നേരിയ മാർജിൻ അല്ലേ അതൊന്ന് പരാജയപ്പെടുന്നത്? 2011-ൽ KK ശൈലജ മാറിയതിനു ശേഷം പേരാവൂരിൽ മത്സരിച്ചിരുന്നു. 2011-ൽ KK ശൈലജ ജയിക്കുമ്പോൾ ഇത് പഴയ മണ്ഡലം ബിനോയ് കുര്യനോടാണെന്ന് എനിക്ക് തോന്നുന്നു 7000-ൽ പരം വോട്ടുകൾ. ബിനോയ് കുര്യൻ 2016-ൽ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ സക്കീർ ഹുസൈൻ പരാജയപ്പെട്ടു. ഇത്തവണ ശൈലജ ടീച്ചറും സണ്ണി ജോസഫും തമ്മിൽ നേരിട്ടാണ് മത്സരം. ഇനി നമുക്ക് പേരാവൂരിന്റെ രാഷ്ട്രീയ ചിത്രം നോക്കണം. പേരാവൂരിൽ ആരാണ്? കൗതുകകരമായ ഒരു വലിയ ചോദ്യമാണ്. പേരാവൂരിൽ ആരാണ് ലീഡ് ചെയ്യുന്നത്? UDF 48.03, LDF 40.57, NDF 11.40, 7.46 ലീഡ്. നിലവിൽ UDFന് ഒരു കംഫർട്ടബിൾ മാർജിൻ ഉണ്ട്. 7.46 എന്ന് പറയുമ്പോൾ 10,000-ൽ പുറം 11,000-നടുത്ത് വോട്ടുകളുടെ ലീഡ്. അതായത് 5,600 വോട്ടുകൾ കൂടി KK ശൈലജ UDF ക്യാമ്പിൽ നിന്ന് പിടിച്ചാൽ മാത്രമേ ഒരു വോട്ടിനെങ്കിലും ജയിക്കാനുള്ള സാധ്യത. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KK ശൈലജ എന്ന് പറയുന്ന പേര് ഇല്ല, ഈ സർവേയുടെ സമയത്തില്ല. ഞാൻ പറയുന്നത് നിലവിലെ ലീഡ് ഏകദേശം 10,000-ൽ പുറം വോട്ടുകളാണ് ഇതിന്റെ പെർസെന്റേജ് നോക്കുമ്പോൾ. അപ്പോൾ 5,000-ൽ പരം വോട്ടുകൾ അഡീഷണലി LDFലേക്ക് പിടിക്കാൻ KK ശൈലജയ്ക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സർവേ പ്രകാരം UDFന് സാധ്യത ഉണ്ടാവണേ, LDFന് സാധ്യത ഉണ്ടാവണേ. അല്ല, ഇത് പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 3000 അത്രയും വോട്ടിന്റെ ഒരു 3000 ചില്ലറ വോട്ടിന്റെ തിൻ മാർജിൻ. ഇപ്പോ KK ശൈലജ വരുന്നു. ഇത് എങ്ങനെയായിരിക്കും ഈ കോമ്പിനേഷൻസ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അതിന് പല ഘടകങ്ങളുണ്ട്. ഇതിലെ മണ്ഡലത്തിലെ സാമുദായിക ഘടന കൂടി നമ്മൾ പരിശോധിച്ചാൽ അവിടെ പക്ഷേ സക്കീർ ഹുസൈന് സമാഹരിക്കാൻ കഴിഞ്ഞ അത്രയും വോട്ടുകൾ ആ അർത്ഥത്തിൽ ശൈലജയ്ക്ക് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അതെ. പക്ഷേ അവരുടെ പോപ്പുലാരിറ്റി വെച്ച് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ്. ആ പോപ്പുലാരിറ്റി വെച്ച് ഒരു പക്ഷേ അതിലേക്ക് എത്തുകയും ചെയ്യാം. പ്രവചനാതീതമായ മണ്ഡലങ്ങൾ ഒന്നായി മാറും ഇത്. ഇനി അടുത്ത സർവേ വളരെ ക്രൂഷ്യലാണ്. സ്ഥാനാർത്ഥികൾ നിന്നതിന് ശേഷമുള്ള ഞങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങളിലൊന്നാണ് പേരാവൂർ. സംസ്ഥാനം ഒട്ടാകെ UDF ക്യാമ്പും LDF ക്യാമ്പും ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കേണ്ട മണ്ഡലങ്ങളൊന്നായി 2 തവണ സർവേ ചെയ്യേണ്ട മണ്ഡലമായി പേരാവൂർ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.